നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും, വിഷ്വലൈസേഷൻ ചെയ്താൽ മതി. ശരിക്കും എന്താണ് ഈ വിഷ്വലൈസേഷൻ? ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള ഒരു സയന്റിഫിക് ടൂളാണ്. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം ഇപ്പോൾ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിൽ വ്യക്തമായി വിശദമായി അനുഭവിക്കുന്നതാണ്. അതൊരു ഡേ ഡ്രീം അല്ല, അതൊരു വിഷ്വൽ തിങ്കിങ് അല്ല, അതൊരു മെന്റൽ റിഹേഴ്സലാണ് ഈ വിഷ്വലൈസേഷൻ. ഒളിമ്പിക്സിലൊക്കെ അത്ലറ്റ്സ് ഈ കോമ്പറ്റീഷന് മുൻപ് മെന്റൽ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അതായത് അവർ റേസ് ജയിക്കുന്നതും ക്രൗഡ് ചിയർ ചെയ്യുന്നതും മെഡൽ വാങ്ങുന്നതും അങ്ങനെ അത് മനസ്സിൽ വീണ്ടും വീണ്ടും അവർ റിഹേഴ്സൽ ചെയ്യും. കാരണം ഈ ബ്രെയിനിന് റിയൽ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഇമാജിനേഷനും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. ഇനി വിഷ്വലൈസ് ചെയ്യുമ്പോൾ എന്താണ് ബ്രെയിനിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ വ്യക്തമായി വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ പാത്വേസ് രൂപപ്പെടും. അതായത് റിപ്പീറ്റഡ് വിഷ്വലൈസേഷൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൺവിൻസ് ചെയ്യും. അത് നമ്മളുടെ ബിഹേവിയറിനെ മാറ്റും, ബിഹേവിയർ നമ്മുടെ റിസൾട്ടിനെ മാറ്റും. ഇതാണ് ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് മാജിക് ഒന്നും നടക്കുന്നില്ല. നമ്മുടെ ഐഡന്റിറ്റി മാറുമ്പോൾ നമ്മളുടെ ഡിസിഷൻ മാറുന്നു, ഡിസിഷൻ മാറുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറും മാറുന്നു. ഇനി വിഷ്വലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ലക്ഷ്യത്തിനെ കുറിച്ച് നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. എനിക്കൊരു നല്ല ജോബ് വേണം എന്ന് പറയുന്നത് ഒരു വേഗമായിട്ടുള്ളൊരു തീരുമാനമാണ്. പകരം ഏത് കമ്പനിയിൽ എന്ത് റോളിലാണ് അല്ലെങ്കിൽ ഏത് സിറ്റിയിലാണ് എത്ര സാലറി വേണം, അങ്ങനെ ഒരു ക്ലിയർ ഐഡിയ നമ്മുടെ ഗോളിനെ കുറിച്ച് നമുക്കുണ്ടായിരിക്കണം. അതുപോലെ വെറുതെ നമ്മൾ വിഷ്വൽ മാത്രം മനസ്സിൽ കണ്ടാൽ പോരാ, നമ്മൾ അത് നമ്മളുടെ സെൻസസ് കൊണ്ട് അനുഭവിച്ച് അറിയാൻ ശ്രമിക്കണം. അതായത് എനിക്കൊരു ജോലിയാണ് വേണ്ടതെങ്കിൽ ആ സിറ്റി, ഏത് സിറ്റിയിലാണ് എനിക്ക് ജോലി വേണ്ടത്, ആ സിറ്റിയിൽ രാവിലെ ഉണ്ടാകുന്ന തണുത്ത കാറ്റ്, ഓഫീസിലെ കോഫിയുടെ മണം, അല്ലെങ്കിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോഴുള്ള ശബ്ദം, അവയെല്ലാം നമ്മൾ ഫീൽ ചെയ്യണം. ഇമോഷൻ ഇല്ലാത്ത വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് പവർ ഇല്ലാത്ത കറണ്ട് പോലെയാണ്. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഫ്യൂച്ചർ ടെൻസിനെ ഇഗ്നോർ ചെയ്യും. അതായത് ഞാൻ ഒരിക്കൽ അങ്ങനെ ആകും, അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതെന്നും നമുക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനേ കഴിയുള്ളൂ. ഒരിക്കലും നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. പകരം ഞാൻ ഇപ്പോൾ ആ റോളിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഞാൻ അതിന് കേപ്പബിൾ ആണ് എന്ന് വിശ്വസിക്കുക. പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇപ്പം ഞാൻ അതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം വിഷ്വലൈസേഷൻ ചെയ്യാൻ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. അതായത് ഒരു ദിവസം മാത്രം ചെയ്തിട്ട് വിടാൻ പാടില്ല. നമ്മളിത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. കീപ്പ് ഓൺ പ്രാക്ടീസിങ് ആണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് രഹസ്യം എന്ന് പറയുന്നത്. ദിവസവും പ്രാക്ടീസ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും അല്ലെങ്കിൽ കിടക്കാൻ പോകുന്നതിന് മുൻപുമൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ യൂണിവേഴ്സിനോട് പറയാനുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മുടെ പോർഷനാണ്. അപ്പോൾ ഒരു എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ യൂണിവേഴ്സിനോട് പറഞ്ഞു എനിക്ക് ഇന്ന രീതിയിൽ ജയിക്കണം, ഇത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം എന്നൊക്കെ പറഞ്ഞു. ഇനിയുള്ളത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതുവരെ കാണാത്ത പല വഴികളും നമ്മളുടെ മുന്നിലേക്ക് തുറന്നു വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പം വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് അത് എപ്പോഴും നമ്മുടെ ഗോളിന് ക്ലാരിറ്റി നൽകും, ക്ലാരിറ്റി കോൺഫിഡൻസ് നൽകും, കോൺഫിഡൻസ് ആക്ഷൻ ചെയ്യാനുള്ള ഒരു പ്രേരണ നൽകും. പിന്നെ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളെല്ലാവരും നെഗറ്റീവിനെ വിഷ്വലൈസ് ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് തന്നെ അയ്യോ ഇത് റിജക്റ്റ് ആയാൽ എന്ത് ചെയ്യും എന്നൊരു തോന്നൽ നമുക്കൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അപ്പം നമ്മൾ അറിയാണ്ട് തന്നെ ഒരു റിജക്റ്റിൻ്റെ ഒരു ഇമേജും നമ്മളുടെ ബ്രെയിനിലേക്ക് വരുന്നതാണ്. അപ്പം എപ്പോഴും നമ്മൾ നല്ലതിനെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ആറ്റിറ്റ്യൂഡിനെ കൊണ്ടുവരിക. അതായത് അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല, എന്നാൽ പിന്നെ നല്ലതേ സംഭവിക്കുള്ളൂ എന്നങ്ങ് വിശ്വസിക്കുക. ആ ഒരു കോൺഷ്യസ് ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ആ ഒരു തീരുമാനം അത് പോസിറ്റീവ് ആയിരിക്കാൻ ശ്രമിക്കുക. അപ്പം ഇതാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ഗാർഡൻ ആണ്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന വിത്ത് അത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ചുറ്റിനും ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ലോകം ഉണ്ടാകും. അല്ലെങ്കിൽ അതിന് തിരിച്ചായിരിക്കും സംഭവിക്കുന്നത്.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്